സ്ത്രീകളും കുട്ടികളും അടക്കം 104 ഇന്ത്യക്കാരെ അമേരിക്ക നാടുകടത്തിയത് കൈകാലുകൾ ബന്ധിച്ചെന്ന് റിപ്പോർട്ട്. യുഎസ് സൈനിക വിമാനത്തിൽ പഞ്ചാബിലെ അമൃത്സറിൽ ഇറക്കിവിട്ട ഇന്ത്യക്കാരാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഇന്ത്യൻ മണ്ണിൽ വിദേശ സൈനിക വിമാനത്തിന് പ്രവേശനാനുമതി നൽകിയതും രാജ്യത്തിന്റെ പരമാധികാരം ലംഘിക്കുന്ന നടപടിയായി മാറി. അമേരിക്കയിൽ നിന്നും പഞ്ചാബിലെ അമൃത്സറിലേക്ക് 41 മണിക്കൂർ നീണ്ട ദീർഘയാത്രയിലാണ് കൈകാലുകൾ ബന്ധിച്ച് ഇന്ത്യക്കാർ നാടുകടത്തപ്പെട്ടത്. കുടിയേറ്റം ആരോപിച്ചായിരുന്നു ഡൊണാൾഡ് ട്രംപ് സർക്കാരിന്റെ നടപടി. ട്രംപ് ഉറ്റതോഴനാണെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെടുമ്പോഴാണ് സർവ്വ മനുഷ്യാവകാശങ്ങളും ലംഘിച്ച് ഇന്ത്യൻ പൗരന്മാരെ കയ്യാമം വെച്ച് നടതള്ളിയത്. ഗുജറാത്ത്, ഹരിയാന സ്വദേശികളായ 33 പേർ വീതവും പഞ്ചാബ് സ്വദേശികളായ 30 പേരും UP, മഹാരാഷ്ട്രക്കാരായ 3 പേർ വീതവും ചണ്ഡീഗഡുകാരായ 2 പേരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. 79 പുരുഷന്മാരും 25 സ്ത്രീകളും 4 വയസ്സുള്ള കുട്ടിയടക്കം 25 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. മതിയായ ഇരിപ്പിട സൗകര്യമില്ലാത്ത വിമാനത്തിൽ ഒറ്റ ശുചിമുറി മാത്രമാണ് ഉണ്ടായിരുന്നത്. 41 മണിക്കൂർ നീണ്ട ദുരിതയാത്രയെക്കുറിച്ച് നാടുകടത്തപ്പെട്ടവർ തന്നെ പ്രതികരിച്ചോടെയാണ് യുഎസിന്റെ മനുഷ്യത്വരഹിത നടപടി പുറം ലോകം അറിയുന്നത്. ਧੋਖਾ ਕਰ ਲਿਆ ਮੈਨੂੰ। ਤੁਹਾਨੂੰ ਕਿਵੇਂ ਪਤਾ ਲੱਗਾ ਵੀ ਇੰਡੀਆ ਭੇਜਣ ਲੱਗੇ? ਸਾਨੂੰ ਕੋਈ ਪਤਾ ਨਹੀਂ, ਜਦੋਂ ਉਹਨਾਂ ਨੇ ਫਲੈਟ 'ਚ ਬਾਲ ਤੇ ਜਾ ਉਦੋਂ ਪਤਾ ਲੱਗਾ ਵੀ ਇੰਡੀਆ। ਦੱਸਿਆ ਉਹਨਾਂ ਤੁਹਾਨੂੰ? ਨਹੀਂ ਦੱਸਿਆ ਨਹੀਂ ਕੁਝ ਵੀ। ਤੁਹਾਨੂੰ ਕਦੋਂ ਪਤਾ ਲੱਗਾ ਵੀ ਇੰਡੀਆ ਆ ਗਈ? ਉਹ ਜਦੋਂ ਮੰਨ ਲਓ ਵੀ ਉਹਨਾਂ ਨੇ ਸਾਨੂੰ ਪਲੇਨ 'ਚ ਬਹਾਲਤਾ ਤੇ ਥੋੜਾ ਚੱਲਣ ਤੋਂ ਬਾਅਦ ਜਦੋਂ ਅਗਲੇ ਪਾਸੇ ਸਟੇ ਹੋਈ, ਅਸੀਂ ਸੋਚਿਆ ਵੀ ਦੂਜੀ ਚੌਂਕੀ 'ਚ ਜਾਂ ਮੰਨ ਲਓ ਵੀ ਕੈਂਪ 'ਚ ਲੈ ਕੇ ਚੱਲੇ ਤੇ ਬਾਅਦ 'ਚ ਉਹਨਾਂ ਜਿਹੜਾ ਪੁਲਿਸ ਅਫਸਰ ਹੀ ਉਹਨਾਂ ਦੱਸਿਆ ਵੀ ਤੁਸੀਂ ਇੰਡੀਆ ਜਾ ਰਹੇ। ਸਾਨੂੰ ਪ੍ਰੋਪਰ ਹੱਥ ਘੜੀਆਂ ਲੱਗੀਆਂ, ਪੈਰਾਂ ਨੂੰ ਬੇੜੀਆਂ, ਸਾਰਾ। ਹਾਂਜੀ. ഇന്ത്യൻ മണ്ണിൽ വിദേശ സൈനിക വിമാനത്തിന് പ്രവേശന അനുമതി നൽകിയത് രാജ്യത്തിന്റെ പരമാധികാരം ലംഘിക്കുന്ന നടപടിയായി. മെക്സിക്കോ, കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങൾ പോലും കുടിയേറ്റക്കാരുമായി വന്ന US സൈനിക വിമാനത്തിന് അനുമതി നിഷേധിച്ച് വൻ പ്രതിരോധം തീർത്ത ഘട്ടത്തിലാണ് മോദി സർക്കാർ വിനീത വിധേയരായി നിന്നത്. കൈരളി ന്യൂസ്, ദില്ലി.